ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൺവട്ടത്ത് അവരുടെ നിരീക്ഷണത്തിൽ ഈ ഒരു ചതുപ്പ് നിലത്തിൽ ആനയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ചതുപ്പ് നിലത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് നിരത്തിലല്ലാത്തൊരു ഭാഗത്ത് വെച്ച് ആനയെ വെടിയുതിർക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായൊരു കാര്യം. അപ്പോൾ അങ്ങനെ വെടിയുതിർക്കാനുള്ളൊരു സൗകര്യവും സന്ദർഭവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരുപക്ഷെ കോന്നി സുരേന്ദ്രനെ പോലുള്ള ഒരു കുങ്കിയാന കൂടി എത്തി ആ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി ആനയെ വണ്ടിയിലേക്ക് കയറ്റാനും ഒക്കെയുള്ള ഒരു ശ്രമമായിരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവുക. നിലവിലൊരു 2 കുങ്കിയാനകളുണ്ട്. വിക്രമൻ, സൂര്യ എന്ന പേരുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ഇത്തരം ഓപ്പറേഷനുകളൊക്കെ ഉപയോഗിക്കുന്ന 2 കുങ്കിയാനകളാണ്. മൂന്നാമത്തെ കുങ്കിയാന കോന്നി സുരേന്ദ്രൻ ആയിരിക്കും എത്തുക. ഭരതൻ എന്ന കുങ്കിയാന എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഭരതൻ മതപ്പാടിലായതുകൊണ്ട് കോന്നി സുരേന്ദ്രൻ എത്തിക്കുമെന്ന് ഇപ്പോൾ അറിയുന്നു. ഏതായാലും അല്പസമയത്തിനകം കോന്നി സുരേന്ദ്രൻ എത്തും, ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഈ വെടിയുതിർക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. വെറ്റിനറി സർജൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആന നിൽക്കുന്ന ഈ ഫോറസ്റ്റ് ഈ പറയുന്ന വാഴത്തോപ്പിനോട് അരികിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് മോഹൻ കൂടി ചേരുന്നു. ദീപക്, ഈ വാഴത്തോട്ടത്തിനുള്ളിലേക്ക് ആന പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാഴ്ചപരിധിയിൽ തന്നെയുണ്ടോ ഈ തണ്ണീർ കൊമ്പൻ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നീക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? വിനീത, വനം വകുപ്പിന്റെ മയക്കുവെടി സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം ഡാർട്ടിംഗ് ടീമും എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വനം വകുപ്പിന്റെ ട്രാക്കിംഗ് ടീമാണിത്. ഇവർ ആനയുള്ള ഭാഗത്തേക്ക് എത്തി ആനയെ അവിടുന്ന് ഒരു മയക്കുവെടി സംഘത്തിനടുത്തേക്ക് ട്രാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നീക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പിന്റെ ട്രാക്കിംഗ് ടീം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. നേരത്തെ ഈ പ്രദേശത്ത് ജനങ്ങളുണ്ടായിരുന്നു. പ്രദേശവാസികൾ ആനയെ കാണാനുള്ള കൗതുകം കൊണ്ട് എത്തുന്ന ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി. എന്നാൽ അത്രത്തോളം ഫലം കണ്ടില്ല. കാരണം പോലീസുകാർ പറയുന്നതൊന്നും ആളുകൾ കേൾക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും വനം വകുപ്പ് ജീവനക്കാർ ഇവിടെ ഈ മേഖലയിൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 10ഓളം ഉള്ള സംഘം ട്രാക്കിംഗ് ടീമാണ് ആന നിൽക്കുന്ന ഭാഗത്തിന് എതിർഭാഗത്തുകൂടി ആനയെ മയക്കുവെടി സംഘത്തിന് അടുത്തേക്ക് എത്തിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വനം വകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വനം വകുപ്പിന്റെ വെറ്റിനറി ടീം അംഗങ്ങളും അതുപോലെ തന്നെ സർജൻ അടക്കമുള്ള അജേഷ് മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ മയക്കുവെടി ഉള്ള തോക്കുകളെല്ലാം ലോഡ് ചെയ്താണ് അല്പസമയത്തിനുള്ളിൽ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്ര നേരം ഈ കാട്ടാന വാഴത്തോട്ടത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഈ മയക്കുവെടി സംഘം സ്ഥലത്തെത്തി ആ സമയത്ത് ഒരു 5 മിനിറ്റ് മുൻപാണ് കാട്ടാന അവിടെ നിന്ന് വാഴത്തോട്ടത്തിന് സമീപത്തുള്ള പൊന്തക്കാട്ടിലേക്ക് മറിഞ്ഞത്. രാവിലെ നമ്മൾ ഒരു 11 മണിയോടുകൂടി നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച അതേ സ്ഥലത്താണ് വീണ്ടും കാട്ടാന ഇപ്പോൾ നിലകൊള്ളുന്നത്. അവിടെ നിന്ന് കാട്ടാനയെ വാഴത്തോട്ടത്തിന് സമീപത്തുള്ള ഈ ചുവന്ന മണ്ണിട്ട ഈ പ്രദേശത്തേക്ക് മാറ്റാനാണ് വനം വകുപ്പ് നീക്കം നടത്തുന്നതോടൊപ്പം കൃത്യമായി ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള സമയത്ത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മയക്കുവെടി വയ്ക്കാനുള്ള സംഘവും ഈ എതിർദിശയിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം വനം വകുപ്പിന് പ്രത്യേകം സജ്ജീകരിച്ച വാഹനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ട്രാക്കിംഗ് ടീം കാട്ടാനയെ അവിടെ നിന്ന്, അതായത് ഇപ്പോൾ ഈ എതിർദിശയിൽ ഈ ചുവന്ന മണ്ണിട്ട ഈ പ്രദേശത്തേക്ക് കാട്ടാനയെ എത്തിക്കാനാണ് ട്രാക്കിംഗ് ടീം എതിർവശത്തുകൂടി 10 സംഘം, വനം വകുപ്പിന്റെ 10 സംഘം ആ ഭാഗത്തേക്ക് യാത്രയായത്. അവരവിടെ നിന്ന് ഈ കാട്ടാനയെ ട്രാക്കിംഗ് ടീം അവിടെ നിന്ന് ട്രാക്കിംഗ് ടീം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും മയക്കുവെടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.